നവംബർ 17 മുതൽ 2007 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരദനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് മാവേലിക്കര വഴുവാടി തുരുത്തിയില്ലം സാഫല്യത്തിൽ ബ്രഹ്മശ്രീ ഇ ഈശ്വരൻ നമ്പൂതിരിയായിരുന്നു. നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ. സ്വാമിയേ ശരണമയ്യപ്പ. വിഘ്നേശം സബരശ്വതാക്ഷ പടിയദന്തോലസല്ലെഡുകൈ ദോർഭിപ്പാർശ്വശ്രണി സ്വതന്ത്രവരതാടൈർവാചദഹൃദം ശുണ്ഡാഗ്രാഹിതബീജപൂരമുരക്ഷീം ദൃക്ഷണം സംസ്മരേൽ സിന്ധൂരാഭമിഭാസ്യമിന്ദു ശകലാദ്യകൽപ്പമബ്ജാസനം. ഓം ഗം ഗണപതേ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. ഭക്തിമാർഗത്തിൽ കൂടി ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു സാധനയാണ് ഭഗവത് സേവ. ഭക്തിമാർഗത്തിൽ കൂടിയുള്ള സഞ്ചാരത്തിന് ഏറ്റവും നല്ല വഴികാട്ടിയാണ് ഭഗവത് സേവ. നമ്മൾ ശബരിമല 41 ദിവസത്തെ വ്രതം നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി അയ്യപ്പനെ ചെന്ന് ഭജിക്കുന്നതിൽ നിന്നും നമുക്കുണ്ടാകുന്ന ആ സാഫല്യം വളരെ നല്ലതാണ്. എല്ലാ ജനങ്ങൾക്കും ഇതുപോലെ വ്രതാനുഷ്ഠാനത്തോടുകൂടി ഭഗവാനെ പോയി ഭജിക്കണം. ശബരിമല അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് അവിടെ ചെല്ലുന്ന ഭക്തനും ഭഗവാനും തുല്യരായിത്തീരുന്ന ഒരു സന്ദർഭമാണ് തത്വമസി എന്ന് പറയുന്നത്. ഭക്തിമാർഗത്തിൽ കൂടിയുള്ള സഞ്ചാരത്തിന് ഏറ്റവും നല്ല വഴികാട്ടിയാണ് അയ്യപ്പ ഭഗവാനെ ഭജിക്കുക. നമ്മൾ പഴയ കാലങ്ങളിൽ 41 ദിവസത്തെ വ്രതമായിട്ട് ശരണം വിളിച്ച് ഭക്തജനങ്ങളെല്ലാം കൂടെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ മറ്റോ ഒന്നിച്ചുകൂടി കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ആത്മാവിനുമൊക്കെ ഒരു സന്തോഷവും ഊർജവും ഒരു വർഷത്തെ ശക്തി നമ്മൾ ആ 41 ദിവസം കൊണ്ട് തിരിച്ചെടുക്കുകയാണ്. അവിടെ 2006, 2007 കാലയളവിൽ ശബരിമല അയ്യപ്പനെ പൂജിക്കാൻ സാധിച്ചത് മുജ്ജന്മ സുഹൃതവും കുടുംബ ദേവതയുടെയും പരദേവതയുടെയൊക്കെ അനുഗ്രഹത്താൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താലും ആണെന്ന് എൻ്റെ വിശ്വാസം. അവിടെ ശബരിമല ഒരു വർഷക്കാലം കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഈ 41 മകര വിളക്ക് കഴിയുമ്പോൾ ആൾക്കാരെല്ലാം അങ്ങ് പോവും. അവിടെ പിന്നെ ഒറ്റയ്ക്ക് കാനനവാസം തന്നെയാണ് യഥാർത്ഥത്തിൽ. പിന്നെ അവിടെ മെഡിക്കൽ സൗകര്യത്തിൽ ഡോക്ടർമാരും ഒക്കെ വന്ന് നമ്മളെ സഹായിക്കാറുണ്ട്. അവർ വന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. എനിക്ക് ഒരു വർഷക്കാലം അവിടെ കഴിഞ്ഞുകൂടി നേരം വെളുത്തു കഴിഞ്ഞാൽ ആ ശ്രീകോവിൽ ചെന്ന് വാതിക്കൽ നിന്ന് തൊഴുത് കഴിയുമ്പോൾ എല്ലാ ദിവസവും 365 ദിവസവും അവിടെ ചെന്ന് തൊഴുത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സന്തോഷം, നമ്മൾ വീടും മക്കളും കുട്ടികളും എല്ലാവരെയും ഉപേക്ഷിച്ച് അവിടെ കഴിഞ്ഞുകൂടുകയാണ്. ശബരിമല അമ്പലത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് കടും തിരുമധുരം എന്ന് പറയുന്നത്. അത് കൽക്കണ്ടം, മുന്തിരിങ്ങ, നെയ്യ്, തേന് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഭഗവാന് നിവേദ്യം കഴിക്കുന്നതാണ് കടും തിരുമധുരം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്താഴപ്പൂജ സമയത്ത് അത്താഴപ്പൂജയുടെ പ്രസന്ന പൂജയ്ക്ക് ഇതുപോലെ പാനകം എന്ന് പറയുന്ന ഒരു നിവേദ്യമുണ്ട്. അത് ശർക്കര, ചുക്ക്, ജീരകം ഇതെല്ലാം കൂടെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന ഒരു സാധനം. അതൊരു ഔഷധം കൂടിയാണ്. എല്ലാ അസുഖങ്ങളൊക്കെ മാറാനും മറ്റുള്ളതിനുമൊക്കെ ഈ പാനകം സേവിക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുക. അമ്പലം ഒരു മാസത്തെ പൂജ കഴിഞ്ഞിട്ട് അമ്പലം അടയ്ക്കുന്ന സമയത്ത് വിഭൂതി ഭസ്മം ചാണകം, നാടൻ പശുവിൻ്റെ ചാണകം ഉരുട്ടി അത് കരിച്ച് പിന്നെ അത് എടുത്ത് സ്ഫുടം ചെയ്ത് കൊണ്ടിരുന്നതാണ് പിന്നെ ഭസ്മം. ആ ഭസ്മം ഭഗവാന്റെ ശിരസിൽ അഭിഷേകം കഴിച്ചിട്ട് നടയടയ്ക്കുന്നത് അങ്ങനെയാണ്. ചിന്മുദ്ര രൂപത്തിലുള്ള ഭഗവാനെ അഭിഷേകം നടത്തി ആ ദണ്ടും യോഗദണ്ടും രുദ്രാക്ഷമാലയൊക്കെ ചാർത്തിയാണ്
ഭഗവാനെ നടയടച്ച് ഹരിവരാസനം ചൊല്ലി അടുത്ത മാസം തുറക്കുമ്പോൾ ഈ ഭസ്മമെല്ലാം വിഭൂതിയെല്ലാം മാറ്റി വീണ്ടും പൂജകൾ തുടങ്ങുകയാണ് പതിവ്, സാധാരണ അവിടുത്തെ പതിവുകൾ. പിന്നെ എല്ലാ പൂജകൾക്കും തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എല്ലാ പൂജകളും അവിടെ നടക്കുന്നത്. ഇപ്പോൾ അടുത്ത രാജീവ് തന്ത്രി വളരെ നന്നായിട്ട് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കറക്റ്റ് സമയത്ത് പൂജാതി കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഭഗവാന്റെ കാര്യത്തിനകത്ത് അദ്ദേഹം യാതൊരു ലുബ്ധതയും കാണിക്കാതെ വളരെ ഭംഗിയായിട്ട് പൂജാതി കാര്യങ്ങൾ നടത്തുന്ന ആര് ഭഗവാനും അവരുടെ കുട്ടികളും. ഇപ്പം മോഹനചാരൻ്റെ മോനാണെങ്കിലും ശരി, പിന്നെ രാജീവേട്ടൻ്റെ മകനാണെങ്കിലും ശരി, വൃത്തിയായിട്ട് ആ കാര്യങ്ങൾ ആ കുടുംബം കൊണ്ടുപോകുന്നതിന് ഭഗവാന്റെ അടുത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഭക്തജനങ്ങൾക്ക് വ്രതശുദ്ധിയോടുകൂടി അവിടെ ശബരിമല അയ്യപ്പനെ ചെന്ന് ദർശനം നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും. നമുക്കൊരു കുട്ടിയില്ല, അയ്യപ്പനോട് പറയുക, അയ്യപ്പ എനിക്കൊരു കുട്ടി വേണം, 5 വർഷത്തിനുള്ളിൽ ഇരുമുടിക്കെട്ടുമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നോളാം, അത് സാധിച്ചു കിട്ടും, യാതൊരു തർക്കവുമില്ല. അങ്ങനെയൊക്കെ പല പല അനുഭവങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് അയ്യപ്പനടുത്ത്. വിശ്വസിച്ചാൽ നമുക്ക് എന്തും തരും അയ്യപ്പൻ. അതിന് പ്രത്യേക ആഭരണങ്ങളോ മറ്റോ ഒന്നും വേണ്ട, അവിടെ എല്ലാം അയ്യപ്പൻ തന്നോളും. നമ്മൾ അയ്യപ്പനെ വിശ്വസിക്കണം. ആ വ്രതത്തോടു കൂടി ശബരിമല പോയി ദർശനം നടത്തുന്ന ഏവർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല, ഉണ്ടായിട്ടുമില്ല. പിന്നെ ഇതുപോലെ നമ്മുടെ ആ 18-ാം പടി ഭഗവാന്റെ തിരുമുമ്പിൽ കാണുന്ന 18-ാം പടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിഗുണം, ഷഡാഹങ്കാരം, അഷ്ടരാഗം, സത്യം എന്നീ മുകളിലത്തെ പടി സത്യമായ പൊന്ന് 18-ാം പടി എന്ന് പറയും. പിന്നിത് 18 മലയും കൂടെ ക്രോഡീകരിച്ചാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തിരുവാഭരണം പന്തളത്തു നിന്ന് തിരുവാഭരണം എടുക്കുമ്പോഴും പരുന്ത് പറന്ന് തിരിച്ച് ആ പരുന്ത് സന്നിധാനത്തിൽ വരുമ്പോൾ പോലും ഇങ്ങനെ വട്ടമടിച്ച് പറക്കുന്നത് കാണാം. പിന്നെ അതുപോലെ ആ തിരുവാഭരണകത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തുറന്ന് തന്ത്രിയും മേൽശാന്തിയും കൂടെ ചേർന്ന് ആ തിരുവാഭരണത്തിലെ ഓരോരോ തിരുമുഖം, പിന്നെ 2 പുലി, ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ചാർത്തി ഭഗവാനെ ഭൂഷിതമാക്കിയിട്ട് ദീപാരാധന നടത്താറാണ് മകരവിളക്കിന് കാണുന്നത്. പിന്നെ അതേ സമയത്ത് തന്നെ മകരജ്യോതി അവിടെ തെളിയുന്നു. പണ്ട് അരയന്മാരുടെ ഉത്സവമാണെന്നാണ് വെയ്പ്പ്. ആ അമ്പലത്തിന് 3 പ്രദക്ഷിണം തീവട്ടിയും കൊണ്ട് നടന്ന് വയ്ക്കുന്നതാണ് നമ്മൾ 3 പ്രാവശ്യം കാണുന്ന ആ ദീപം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ 3 പ്രദക്ഷിണമാണ് അവിടെ നടക്കുന്നത് ആ സന്ധ്യ സമയത്ത്. ഇപ്പോഴൊന്നുമില്ല, അമ്പലത്തിൻ്റെ തറ മാത്രമേ ഉള്ളൂ. ഞാൻ പോയിട്ടില്ല, എന്നാലും ശരി പറഞ്ഞു കേട്ടിട്ടുള്ളത് തറ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ അങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമില്ല. സ്വാമി ശരണമയ്യപ്പ. ധ്യായേൽ ചാരുജടാനിഭാതന ദിവ്യാംബരം ജ്ഞാനമുദ്രോദരം ദക്ഷകരം പ്രസന്നവദനം ജ്ഞാനസ്ഥഹസ്തേതരം മേഘശ്യാമളകോമളം സുരനുതം യോഗപട്ടാഞ്ചിതം വിജ്ഞാനപ്രദമോപ്രമേയം സുഷമം ശ്രീഭൂതനാഥം സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും കഷ്ടതകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മാറ്റി അയ്യപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പനോടും ശബരിമല അയ്യപ്പനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്വാമി ശരണം.